വാർത്തയിലേക്ക്. കരുവാറ്റയിൽ 65-കാരനെ കൈകാലുകൾ കൂട്ടിക്കെട്ടി കഴുത്തിൽ തുണിമുറുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ്. കൊലപാതകത്തിന് പിന്നിൽ കൊല്ലപ്പെട്ടയാളുടെ 13-കാരിയായ ബന്ധുവടക്കം പ്രായപൂർത്തിയാകാത്ത 4 പേരെന്ന് പോലീസ്. സ്വർണം കവർന്ന ഐഫോണും ബൈക്കും വാങ്ങാൻ ആസൂത്രണം ചെയ്ത കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടിയെ വീഡിയോ കോളിലൂടെ കാണിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൈകാലുകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിൽ മൃതദേഹം, കഴുത്തിൽ തുണി മുറുക്കിയ പാടുകൾ, വീടിനുള്ളിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ, കുത്തിത്തുറന്ന അലമാര. കരുവാറ്റയിലെ വീട്ടിൽ ഇന്നലെ രാവിലെ ശിവൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ആദ്യ നോട്ടത്തിൽ മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്നായിരുന്നു സംശയം. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയതോടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നത്. അന്വേഷണം ചെന്നെത്തിയത് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുവായ പെൺകുട്ടിയടക്കം പ്രായപൂർത്തിയാകാത്ത 4 പേരിലേക്ക്. കൊല്ലം സ്വദേശികളായ 3 കൗമാരക്കാരിയാണ് 13-കാരിയായ പെൺകുട്ടിക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 പേരും 17 വയസ്സുള്ളവർ. സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഇങ്ങനെ: വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തെക്കുറിച്ച് പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. ആ സ്വർണം കൈക്കലാക്കി വിൽപ്പന നടത്തുകയും പെൺകുട്ടിക്ക് ഐഫോണും സംഘത്തിലെ മറ്റുള്ളവർക്ക് ബൈക്കും സ്വന്തമാക്കുകയാണ് കൊലപാതകത്തിന്റെ ലക്ഷ്യം. ഇതിൽ കുട്ടിയുടെ മറ്റു സുഹൃത്തുക്കൾ, അതായത് കുട്ടി 3 വർഷം മുമ്പ് താമസിച്ച കൊല്ലത്തെ മറ്റു സുഹൃത്തുക്കൾ ഇതിനകത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുകൊണ്ടെന്നുള്ള കാര്യം പോലീസിന് കൃത്യമായി മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ രാത്രിയിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെല്ലാവരും പ്രായപൂർത്തിയാവാത്തവരാണ്. അതേ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല. എന്തായാലും ഒരു കാര്യം കൃത്യമായി പറയും: ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ്. അവർക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ലഹരി അടക്കമുള്ള വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഞായറാഴ്ച രാത്രിയാണ് 3-അംഗ കൗമാര സംഘം ശിവൻകുട്ടിയുടെ വീട്ടിലെത്തിയത്. പ്രസവത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മകൾക്ക് കൂട്ടിരിക്കാനായി ഭാര്യയും ആശുപത്രിയിൽ. ഒറ്റപ്പെട്ട പ്രദേശത്തിനൊപ്പം വീടിന്റെ മുൻഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും സംഘം മറയാക്കി. ടോയ്ലറ്റിന്റെ വെന്റിലേഷൻ വഴി പ്രതികൾ വീടിനുള്ളിൽ പ്രവേശിച്ചു. ശരീരം നഗ്നമാക്കി മുളകുപൊടി വിതറിയ ശേഷമായിരുന്നു ക്രൂര കൊലപാതകം. പ്രതികൾ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടിയെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്തു. സത്യപരം നിഗൂഢത നിറഞ്ഞ ഒരു വീടാണിത്. കാര്യം ആർക്കും ഒരു ബന്ധമില്ല, ആരുമായിട്ടും ബന്ധപ്പെടാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു വീടായിരുന്നു ഇത്. രണ്ടും അവർ മക്കൾക്ക് വേണ്ടി ഇത് വാടകയ്ക്കാണ്. ഇപ്പോഴത്തെ രണ്ട് പെൺമക്കളാണ്. 2 പേർക്കും വേണ്ടി വാടകയ്ക്ക് വിലയ്ക്ക് മേടിച്ച് കൊന്നു. മൂത്ത മോൾക്കും 2 പേര് അടുത്തടുത്ത് താമസിക്കുന്ന ശിവൻകുട്ടിയുടെ ആഗ്രഹം കൊണ്ടായിരിക്കും 2 പേർക്കും സ്ഥലം മേടിച്ച് 2 അടുത്തടുത്ത വീടുകൾ വെക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ 10, 12, 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു വയോധികനെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ ഉത്കണ്ഠ. എന്തായാലും കണ്ടുപിടിച്ച പോലീസിന് വളരെ നന്ദി അറിയിക്കുന്നു വാർഡിന്റെ പേര്. കൊലപാതകത്തിന് ശേഷം അലമാര കുത്തിത്തുറന്ന് സ്വർണവും പണവുമായി കടന്നു. പോലീസ് നായയുടെ പരിശോധന സമീപത്ത് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിലേക്ക് നീങ്ങി. 2 ദിവസമായി വീട് അടഞ്ഞുകിടക്കുന്ന വിവരം 13-കാരി തന്നെയാണ് അയൽവാസികളെ അറിയിച്ചത്. സംശയം തോന്നിയ പോലീസ് പെൺകുട്ടിയുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായത്. മോഷണ ശ്രമം തടയുന്നതിനിടെ നടന്ന കൊലപാതകമാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.